എങ്ങനെയാണ് സബ്സ്ട്രാക്ഷനിൽ എങ്ങനെയാണ് സൈൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും. രണ്ട് പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈനിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്തായിരിക്കും? പോസിറ്റീവോ അതേ പ്രകാരത്തിൽ തന്നെ നെഗറ്റീവോ ആവാം. ഇനി രണ്ട് നെഗറ്റീവ് സൈന് മൈനസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിൽ നെഗറ്റീവോ അതേ പ്രകാരത്തിൽ തന്നെ പോസിറ്റീവോ ആവാം. ഇനി നെഗറ്റീവ് സൈനും അതേ പ്രകാരത്തിൽ തന്നെ പോസിറ്റീവ് സൈനും വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് സൈനും ഒരു നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഇത് കൂടുതൽ വ്യക്തമാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് 6 - 4. 6 - 4. ഈ -4 ഇവിടെ പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മൈനസ് ചെയ്യുമ്പോൾ ഈ ഇവിടുത്തെ സൈനും ചേഞ്ച് ആയിട്ട് ഓപ്പോസിറ്റ് സൈൻ ആവും. അപ്പം എങ്ങനെ എഴുതാം? 6 + -4. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അഡീഷനായി. പിന്നെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം എടുത്ത് എഴുതും. അപ്പോൾ 6ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്ര ഉത്തരം? 2. ഇനി വലുതിന്റെ സൈൻ ഏതാ? ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് 2 ആൻസർ ആയിട്ട് കിട്ടും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. -7 - -3. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, ഇവിടെയും നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ -7 ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, ഇവിടെ മൈനസ് എന്നുള്ളത് എന്തായിരിക്കും? പ്ലസ് ആവും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്ത് എഴുതാം. അതിനുശേഷം നമ്മൾ ഉത്തരം എഴുതാം. അപ്പൊ -7ഉം പോസിറ്റീവ് 3യും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം എടുത്ത് എഴുതും അല്ലെ. അപ്പൊ 7ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 4. ഇനി വലുതിന്റെ സൈൻ ഏതാ? നെഗറ്റീവ് സൈൻ. അപ്പൊ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ -4 ഉത്തരമായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? -8 - +3. അപ്പൊ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഈ സൈനും ചേഞ്ച് ചെയ്യണം, ഇവിടുത്തെ സൈനും ചേഞ്ച് ചെയ്യണം. അപ്പൊ -8 മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതെന്തായി മാറും? മൈനസ് ആയി മാറും, -3 ആയി മാറും. അപ്പൊ എത്രയായിരിക്കും ആൻസർ? ഇവിടെ സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യും അല്ലെ. അപ്പൊ 8 + 3 എത്രയാ? 11 എഴുതി. പിന്നെ എന്ത് സൈൻ ഇടാം നമ്മൾ? നെഗറ്റീവ് സൈൻ. ഇവിടെയും നെഗറ്റീവ് നമ്മൾ അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നെഗറ്റീവും കൂടി ആഡ് ചെയ്ത് എന്ത്? നെഗറ്റീവ് സൈൻ ഇടാം. അപ്പൊ -11 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എന്താ? 5 - -3. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെന്നറിയാം. ഇനി നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ 5 ഇവിടുത്തെ മൈനസ് സൈൻ എന്താവും? പ്ലസ് ആയിരിക്കും. ഇവിടുത്തെ -3 എന്നുള്ളത് എന്താവും? +3 ആയിരിക്കും. അപ്പൊ ഇവിടെയും പ്ലസ്. അപ്പൊ അഡീഷണൽ എന്ത് വേണം? നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ 5 + 3 എത്രയാ ആൻസർ? 8. സൈൻ ഏതാ വരാ? ഇവിടെയും പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ്. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ ഇന്നത്തെ എടുത്തത് എന്താണ്? സൈൻ റൂൾ സബ്സ്ട്രാക്ഷൻ. സൈനിന്റെ റൂൾ, സബ്സ്ട്രാക്ഷനിലുള്ള സൈനിന്റെ റൂളാണ് എടുത്തത്. പോസിറ്റീവും വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തില് പോസിറ്റീവോ നെഗറ്റീവോ ആവാം സൈൻ. ഇനി നെഗറ്റീവും സബ്സ്ട്രാക്ഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ഇനി മൈനസും പ്ലസും, പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. 6 - 4 ഇവിടെ പോസിറ്റീവും ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ മൈനസിൽ എന്ത് വേണം? അറേഞ്ച് ചെയ്ത് എഴുതണം. ഇവിടുത്തെ സൈൻ രണ്ടും ചേഞ്ച് ചെയ്ത് എഴുതണം. ഇവിടുത്തെ നെഗറ്റീവ് പോസിറ്റീവും നെഗറ്റീവും ആക്കി എഴുതണം. അത് കഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സബ്സ്ട്രാക്ഷനിൽ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് സൈനും ഈ രണ്ടാമത്തെ ഈ സൈനും ഈ ലാസ്റ്റ് നമ്പറിന്റെ സൈനും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് സൈനായിട്ട് എഴുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. ഇതാണ് എന്ത്? സബ്സ്ട്രാക്ഷനിലത്തെ സൈൻ, പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.